ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും സാധനങ്ങളും കൂടി ഈ ഒരു എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോള എപ്പോഴും ചെറുതായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സവോള ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ എണ്ണയിൽ കിടന്ന സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സവോള വഴണ്ടി വരുന്ന ഈ ഒരു ടൈം മാത്രം മതിയാവും നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവോള പെട്ടെന്ന് തന്നെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സവോളേനെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മളൊരു 2 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചെടുത്തത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴണ്ട് വരട്ടെ. ആ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ചോയ്സാണ്. എരിവ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് 2 സ്പൂൺ എടുക്കാം, അല്ലാത്തവർക്ക് 1 സ്പൂൺ എടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് 1 സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് പച്ചമണം പോകുന്ന സമയത്ത് നമ്മൾ 2 തക്കാളി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പേസ്റ്റ് ആക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അതുകൊണ്ടാണ് തക്കാളി പേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കിയ തക്കാളീനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ തക്കാളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോയി നല്ലൊരു ടേസ്റ്റ് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് കാണുന്നുണ്ട്. തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമുക്ക് ചെറിയൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു റോസ്റ്റ് മാതിരി ഒരു കറിയാണ് ആവശ്യം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് അതിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കാതെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ 3 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. ആ സൈഡിൽ നിന്ന് മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതിയാകും. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടാവും. ഇങ്ങനെ വന്നിട്ടുള്ളതിന് നമ്മൾ ഈ മുട്ടേനെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത ഭാഗം കൂടി നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ച് മെല്ലെ ഇളക്കി കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് കറി വയ്ക്കുമ്പോൾ ഇളക്കുന്ന മാതിരി ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെല്ലെ ഒന്ന് മുട്ടേനെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല അസാധ്യമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എപ്പോഴും മുട്ട ഒരേപോലെ വയ്ക്കാതെ വ്യത്യസ്ത രീതിയിൽ വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ലോ സിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ച കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കറി ഇതേപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. മുട്ടയും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബോയിൽ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക്
മുട്ടയുടെ ഉള്ളിലേക്ക് ഈ ഒരു അരപ്പൊന്നും എത്തണമെന്നില്ല. പക്ഷേ ഇതേപോലെ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്ത വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.